നമ്മൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് പഠിച്ച ഒരു ടോപ്പിക്കാണ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അതായത് നമുക്കൊരു പീസ് വൈസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തരും. എന്താ പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും. അതായത് പീസ് വൈസ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഇതുപോലെ, അവിടെ ഞാൻ റൈറ്റ് സൈഡിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്, നോക്കിയേ, ഇതുപോലെ. അതായത് നമ്മളുടെ ഫുൾ റീജിയൺ, അതായത് പറഞ്ഞാൽ നമ്മൾ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഫുള്ള് റീജിയണിൽ നമുക്കെന്താണ് ഒരേ ഒരു ഫംഗ്ഷൻ തരാണ്ട് ഫുൾ റീജിയണിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻ തരിക. അതായത് പീസ് വൈസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പീസാക്കി ഫംഗ്ഷൻ തരിക. അതായത് ഒരു സ്ഥലത്ത് ഒരു ടൈപ്പ് ഫംഗ്ഷൻ, ഒരു സ്ഥലത്ത് വേറെ ടൈപ്പ് ഫംഗ്ഷൻ. ഇപ്പം നോക്കിയാൽ x<0 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്, x>0 ആകുമ്പോൾ ഫംഗ്ഷൻ 0 ആണ്. അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ എക്സിന് നമ്മൾ വാല്യൂസ് എടുക്കണമെങ്കിൽ 0-കാട്ടിയും ചെറിയ എക്സുകളാണ് എടുക്കണമെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 0-കാട്ടിയും വലുത് അല്ലെങ്കിൽ 0 എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനാണ് നമ്മൾ പീസ് വൈസ് ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തരികയാണെങ്കിൽ അതിനെ ഒരു ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തണ്ണിമത്തനെ ഒരു ആക്കാൻ പറയാം. അപ്പോൾ നമുക്ക് തണ്ണിമത്തനെ ഒരിക്കലും ഫുട്ബോളാക്കി എക്സാക്റ്റ്ലി മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തണ്ണിമത്തനെ ഒരു പെയിൻ്റൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അതിനൊരു ബ്ലാക്കും വൈറ്റൊക്കെ പെയിൻറ്റ് കൊടുത്ത് അതേ ഫോർമാറ്റിൽ ഒരു ഫുട്ബോൾ പോലെ നമുക്ക് ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ഒരു ഫുട്ബോളാക്കി മാറ്റി എന്ന് പറയാം. പക്ഷേ എക്സാക്റ്റ്ലി ഇത് ഫുട്ബോളല്ല. പക്ഷെ നമ്മൾ അതിൻ്റെ രൂപം മാറ്റി അതിനെ നമുക്ക് ഫുട്ബോളാക്കി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു ഇൻ്റഗ്രൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഫോർമുല, ഈ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ ഒരു ഇൻ്റഗ്രൽ പോലെ കാണിക്കാം. അതിനുള്ള ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് = അതായത് ആ ഫോർമുല ഇതാണ് കേട്ടോ, ഇൻ്റഗ്രൽ 0 to ∞ a of w into cos wx plus b of w into sin wx into dw. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു ഇൻ്റഗ്രൽ ആക്കി റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണതിൽ നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് a of w എന്താണ്, ഇതാണ് താഴെ എഴുതിയിട്ടുണ്ടോ ഈ രണ്ട് ഫോർമുലാസ്, a of w = b of w = ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് a of w കണ്ടുപിടിക്കണം, b of w കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ആ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ ഫസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് a of w-ക്കും b of w-ക്കും ആ ഫസ്റ്റ് വലിയ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വെറുതെ എഴുതിയാൽ തന്നെ എന്തായി, അതിന് ഇൻ്റഗ്രലാക്കി റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ ആകെ ചെയ്യണത് a of w ആ 1/π × ഇൻ്റഗ്രൽ -∞ f of t × cos wt dt എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് a of w-നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ b of w ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കണം. ആ രണ്ട് ആൻസേഴ്സും ആ ഫസ്റ്റ് ഫോർമുലയിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്കൊരു ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനാക്കി എഴുതാം. അപ്പോൾ ഇതാണ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതാനുള്ള ഫോർമുല. ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്, ഇത് എടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതല്ല ഞാൻ എടുക്കാൻ വന്നത്, ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് ആദ്യം പഠിച്ചത് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേറ്റ് ചെയ്താൽ. ഇനി പഠിക്കാൻ പോണത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കണ്ടോ നിങ്ങൾ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലാക്കിയിട്ട് എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് = ഇൻ്റഗ്രൽ 0 to ∞ a of w into cos wx dw. ഈ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ a of w മാത്രമല്ലേ ഉള്ളൂ, അത് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2/π × ഇൻ്റഗ്രൽ 0 to ∞ f of t × cos wt dt. ഇതിൽ ഈ f w ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ ഫസ്റ്റ് ഫോർമുലയിൽ, അത് എഫ് ഓഫ് എക്സ് = ഇൻ്റഗ്രൽ 0 to ∞ a of w into cos wx dw എന്നുണ്ടല്ലേ, അതിൽ a of w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടി, ഫംഗ്ഷനെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ താഴെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, അത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് = 0 to ∞ b of w into sin wx dw. ഇതിലും ഇതുപോലെ തന്നെ b of w കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്ത് b of w കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ആ ഫസ്റ്റ് എഴുതിയേക്കുന്നത് എഫ് ഓഫ് എക്സ് = 0 to ∞ b of w കണ്ടുപിടിച്ചിട്ട് അതവിടെ കൊടുത്ത് എന്നിട്ട്
ജസ്റ്റ് കൊടുത്തിട്ട് സൈൻ ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു എന്ന് എഴുതി കഴിഞ്ഞാൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായി. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ. അതായത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനും ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനും ആദ്യം പഠിച്ചത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണിത്, അതിനെക്കാട്ടും ചെറിയ ഫോർമുലയാണ്, കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലും ഫോറിയർ സൈൻ ഇൻ്റഗ്രലും അത് നമുക്ക് ഇന്ന് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. യൂസിങ് ദ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ടു ഷോ ദാറ്റ് integral 0 to infinity 1 minus cos pi omega by omega sin omega x dw is equal to pi by 2 0 less than x less than pi 0 x greater than pi. അതായത് ഇവിടെ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ് കാണിക്കണം. അതായത് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. ആ ഇൻ്റഗ്രലും റൈറ്റ് സൈഡിൽ വന്നിരിക്കണം എന്താ ഒരു പീസ് വൈസ് ഫംഗ്ഷൻ അല്ലേ, ആ പീസ് വൈസ് ഫംഗ്ഷനും ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അതായത് ആക്ച്വലി ഇതെന്താ സംഭവം, ഫസ്റ്റ് ആ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ആ പീസ് വൈസ് ഫംഗ്ഷനാണ് നമ്മൾ എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ സൈൻ ഇൻ്റഗ്രലാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇൻ്റഗ്രൽ എന്ന് കാണിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ചോദിച്ചിരിക്കുന്ന രീതി വേറെ എന്നുള്ളൂ. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തരാണ്ട് അവരെന്താ പറഞ്ഞേക്കണേ, ഒരു ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നേക്കുക അല്ലേ, അങ്ങനെ തന്നേക്കുക. എന്നിട്ട് പറയുക സൈൻ ഇൻ്റഗ്രൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കാൻ അല്ലേ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇൻ്റഗ്രൽ ആണെന്ന് കാണിക്കാനാണ് ക്വസ്റ്റ്യനുള്ളത്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ്റഗ്രലിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to infinity ബി ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു. ബി ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ, 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി സൈൻ ഡബ്ല്യു ടി ഡി ടി. ഓക്കെ, അപ്പോൾ ബി ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കാം. അപ്പോൾ 2/π ഇൻറ്റു ഇവിടെ 0 to infinity വരെ നോക്കിയേ, നേരത്തെ നമ്മൾ ചെയ്ത ഈ പ്രോബ്ലം പോലെ തന്നെ അല്ലേ. 0 to π വരെ π/2 ആണ്. പൈ ടു വലുത്, പൈനെക്കാട്ടും വലുത് ഏത് നമ്പർ വന്നാലും 0. അപ്പോൾ ഇവിടെ 0 to infinity എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ആ റീജിയനെ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് 0 മുതൽ π വരെയും പിന്നെ π മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെയും. പക്ഷേ π മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ അത് ഫുള്ള് 0 ആയിപ്പോയി. അപ്പോൾ ആക്ച്വലി ഇവിടെ 0 to infinity വരെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, 0 to π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആ റീജിയനിലെ ഏതാ ഫംഗ്ഷൻ π/2 ആണ്. അപ്പോൾ π/2 ഇൻറ്റു സൈൻ ഡബ്ല്യു ടി ഡി ടി. π/2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 2/π ഓൾറെഡി ഔട്ട് സൈഡ് കിടക്കുന്നുണ്ട്. ഇവിടെ π/2 ഉണ്ട്. അപ്പോൾ ആ പൈയും ഡിനോമിനേറ്ററിൽ പൈയും ക്യാൻസൽ ചെയ്ത് പോകും. ന്യൂമറേറ്റത്തെ 2ഉം ഡിനോമിനേറ്റത്തെ 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് അത് ഫുള്ളി പോകും. അപ്പോൾ ബാക്കി ഉണ്ടാവുക എന്താണ്, ഇൻ്റഗ്രൽ 0 to π സൈൻ ഡബ്ല്യു ടി ഡി ടി. അവിടെ ആ മൈനസ് ഈ സൈൻ്റെ കൂടെ ഇല്ല കേട്ടോ. ആ മൈനസ് അവിടെ തെറ്റാണ് ഞാൻ എഴുതിയേക്കുന്നത്, അവിടെ മൈനസ് ഇല്ല. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ സൈൻ ഡബ്ല്യു ടിയുടെ ഇൻ്റഗ്രൽ വേണം അല്ലേ. എന്താണ് സൈൻ ഡബ്ല്യു ടിൻ്റെ ഇൻ്റഗ്രൽ, കോസ് ഡബ്ല്യു ടി ബൈ ഡബ്ല്യു അല്ലേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. സൈൻ ഡബ്ല്യു ടിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഡബ്ല്യു ടി ബൈ ഡബ്ല്യു ട്ടോ. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to π കൊടുക്കുക. അപ്പോൾ ഇത് സെയിം നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് വരും, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 1 മൈനസ് കോസ് ഡബ്ല്യു പൈ ബൈ ഡബ്ല്യു. അതായത് നേരത്തെ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്, അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ ഇൻ്റഗ്രലിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ആൻസർ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കിട്ടി. ഇനിയിപ്പോൾ ബി ഓഫ് ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുത്താൽ മതി, സൈൻ്റെ ആ ഫോർമുലയിൽ ഫസ്റ്റത്തെ ഫോർമുലയിൽ ബി ഓഫ് ഡബ്ല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചപ്പോൾ അവർ പറഞ്ഞ ഇൻ്റഗ്രൽ കിട്ടിയില്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രൽ കിട്ടിയില്ലേ. അത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടോ. എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ 0 എക്സ് ലെസ് ദാൻ പൈ ആസ് എ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് ഡബ്ല്യു പൈ ബൈ ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൂടാതെ ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. ആ ഇൻ്റഗ്രൽ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം അറിയുന്ന കാര്യം നോക്കാം. നമുക്ക് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ
അപ്പോൾ നമ്മൾ ആ ഫോറിയർ സൈനിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ആദ്യം എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു. അതിൽ ബി ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതി 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ ഡബ്ല്യു ടി ഡി ടി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 1 മാർക്ക് അവിടെ നിങ്ങൾ എന്തായാലും കിട്ടിക്കഴിഞ്ഞു. ഇനി ബി ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു, ബി ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ 2/π ഇൻറ്റു, അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ളത് 0 മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് ടി സൈൻ ഡബ്ല്യു ടി ഡി ടി, അതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി വരെയുള്ളതിൽ എഫ് ഓഫ് ടി എന്താണെന്ന് അവിടെ കണ്ടുപിടിച്ച് എഴുതണം. നമ്മൾ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ നോക്കിയേ, എഫ് ഓഫ് എക്സിൽ 0 മുതൽ പൈ വരെ 1ഉം പൈ മുതൽ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ 0 ആണ് ഫംഗ്ഷൻ അല്ലേ. ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ചെറുതാക്കിയിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ റീജിയൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളതിൽ ഇവർ പറയണത് 0 മുതൽ പൈ വരെ. അപ്പോൾ ഞാനതിൽ 0 അടയാളപ്പെടുത്തി, പൈ അടയാളപ്പെടുത്തി. 0 മുതൽ പൈ വരെ 1 ആണ്, പൈ മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ 0 ആണ്. 0നെക്കാട്ടും ചെറുതായിരിക്കുമ്പോൾ എന്താണ് ഫംഗ്ഷൻ ഇവിടെ ഇല്ല. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ബി ഓഫ് ഡബ്ല്യുടെ ലിമിറ്റ് നിങ്ങൾ നോക്കിയേ, 0 മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് ടി സൈൻ ഡബ്ല്യു ടി ഡി ടി എന്നല്ലേ. 0 മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് ടി എന്താണെന്ന് അറിഞ്ഞാൽ മതി. 0ൻ്റെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇൻ്റഗ്രേഷൻ എവിടെ നിന്നാണ്? 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളൂ. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളതിൽ ഇവർ ഈ ഇൻ്റഗ്രേഷനെ ഇവിടെ എഫ് ഓഫ് ടി 2 ഫംഗ്ഷൻ ഉള്ളത് കാരണം 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റീജിയനിൽ 0 മുതൽ പൈ വരെ ഒരു ഫംഗ്ഷനും പൈ മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ വേറെ ഫംഗ്ഷനുമാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും 2 ഇൻ്റഗ്രലായിട്ട്. ഒന്ന് 0 മുതൽ പൈ വരെയും പൈ മുതൽ ഇൻഫിനിറ്റി വരെയും. അതിൽ 0 മുതൽ പൈ വരെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ 0 നമ്മൾ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ റീജിയനിൽ 0 ടു പൈ വരെ റീജിയനിൽ എഫ് ഓഫ് ടി 1 ആണ്, പൈ മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ ആ 0 ആ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് ടിയുടെ അവിടെ കൊടുക്കുമ്പോൾ ആ ഫുള്ള് ഇൻ്റഗ്രേഷൻ്റെ ഭാഗം 0 ആയിപ്പോവും. അപ്പോൾ ആക്ച്വലി 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റഗ്രേഷനിൽ നമുക്ക് 0 ടു പൈ വരെ ചെയ്താൽ മതി. കാരണം എന്താ, രണ്ടാമത്തെ ആ ഒരു പാർട്ടിൽ 0 ആണ് ഫംഗ്ഷൻ വന്നത് കാരണം. അപ്പോൾ നമ്മൾ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ആ 1 ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, അവിടെ 1 ഉണ്ട്. 1 ഇൻറ്റു സൈൻ ഡബ്ല്യു ടി ഡി ടി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ. അപ്പോൾ നമുക്കിവിടെ 2/π പുറത്ത് എടുക്കുന്നുണ്ട്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ, സൈൻ ഡബ്ല്യു ടീനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, വേറെ ഫംഗ്ഷനൊന്നും അതിൻ്റെ ഉള്ളിലില്ല അല്ലേ. സൈൻ എക്സ് അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ, സൈൻ എക്സിൻ്റെ മൈനസ് കോസ് എക്സ്. സൈൻ 2x ഇൻ്റഗ്രൽ എന്താ, മൈനസ് കോസ് 2x/2. സൈൻ 3x ഇൻ്റഗ്രൽ മൈനസ് കോസ് 3x/3. അപ്പോൾ അതേപോലെ സൈൻ ഡബ്ല്യു ടി, ഇവിടെ എക്സിൻ്റെ പകരം ടി ആണ്, അപ്പോൾ സൈൻ ഡബ്ല്യു ടീൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഡബ്ല്യു ടി ബൈ ഡബ്ല്യു. കണ്ടോ, എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 ടു പൈ കൊടുത്തു. ഇത് നോക്കിയേ, അപ്പോൾ നമുക്കറിയാം 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കോസ് പൈ ടി ബൈ ഡബ്ല്യു മൈനസ്, പിന്നെ ഇവിടെ ഉള്ള മൈനസ് ലോവർ ലിമിറ്റ് 0 അല്ലേ, അപ്പോൾ ടിക്ക് 0 എടുക്കുമ്പോൾ മൈനസ് കോസ് 0 എന്ന് വരും ബൈ ഡബ്ല്യു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ മൈനസ് കോസ് പൈ ടി ബൈ ഡബ്ല്യു, ആ മൈനസും അവിടെ നിന്നാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൻ്റെ ആ മൈനസും, പിന്നെ ഓൾറെഡി കോസിൻ്റെ ഒരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസും കൂടി പ്ലസ് ആവും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, കോസ് 0 1 ആയി ബൈ ഡബ്ല്യു എന്നായി. പിന്നെ കോമൺ ഡിനോമിനേറ്റർ ആണല്ലോ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ 1 മൈനസ് കോസ് പൈ ഡബ്ല്യു ബൈ ഡബ്ല്യു എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. കോമൺ ഡിനോമിനേറ്റർ ആണ് ഡബ്ല്യു, പോസിറ്റീവായ 1നെ ഫസ്റ്റ് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബി ഓഫ് ഡബ്ല്യുവിൻ്റെ ആൻസർ കിട്ടിയില്ലേ നമുക്ക്. അപ്പോൾ ബി ഓഫ് ഡബ്ല്യുവിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ ബി ഓഫ് ഡബ്ല്യുവിൻ്റെ വാല്യൂ ഫസ്റ്റത്തെ ഫോർമുല എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി ഡബ്ല്യു. കിട്ടിയല്ലോ എഫ് ഓഫ് എക്സ്. ഇതാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട് അല്ലേ, ആ ഇൻ്റഗ്രലിൻ്റെ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ കിട്ടിയ എഫ് ഓഫ് എക്സും ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രലിൻ്റെ നിങ്ങൾ നോക്കിയേ, സിമിലാരിറ്റി ഇല്ലേ. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ്, 2/π എന്നുണ്ട് ഒരു കൂടുതലായിട്ട്, ബാക്കിയൊക്കെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോലെ കിടക്കണം അല്ലേ. അപ്പോൾ ഈ 1 മൈനസ് കോസ് WΠ ബൈ ഡബ്ല്യു സൈൻ WX DW എന്നുള്ളത് എൻ്റെ കൂടെ ഒരു 2/π എക്സ്ട്രാ ഉണ്ട് അല്ലേ ക്വസ്റ്റ്യൻ്റെ ആയിട്ട്. അപ്പോൾ ആ 2/π നമുക്ക് അവിടെ നിന്ന് ഇല്ലെങ്കിൽ
നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ആ ഇൻ്റഗ്രൽ തന്നെയാണ് ഇവിടെ ഉള്ള ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2/π അവിടെ കൂടുതലുണ്ട്. ആ 2/π നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന f(x)ൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 2/π എന്ന് പറയണതിൽ പൈ ഡിനോമിനേറ്ററിലല്ലേ, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. 2 ഇവിടെ ന്യൂമറേറ്ററിലല്ലേ, അത് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും. അതായത് ഇവിടെ 2/π ആയിരുന്ന ആൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താവും, π/2 ആവും. അതിനങ്ങോട്ട് കൊണ്ടുപോവാം. കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ അത് കോൺസ്റ്റൻറ്റാണ്. 2ഉം കോൺസ്റ്റൻറ്റാണ്, പൈയും കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഉള്ള ഒന്നിനെയും ബാധിക്കുന്നതല്ല അത് കോൺസ്റ്റൻ്റ് ആയത് കാരണം നമുക്കതിനെ ഔട്ട് സൈഡ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, π/2 × f(x) ബാക്കിയുള്ളതൊക്കെ എഴുതി. ആ ബാക്കിയുള്ളതല്ലേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്താ, π/2 × f(x). അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന f(x) ക്വസ്റ്റ്യനിലില്ലേ, അപ്പോൾ ആ f(x)നെ ഈ π/2 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് π/2 × തന്നിരിക്കുന്ന f(x) എന്ന് കിട്ടാം 1 0 മുതൽ പൈ വരെ 1 എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആയിരിക്കുമ്പോൾ 0. അപ്പോൾ അതിനെ നമുക്ക് ആ ഫംഗ്ഷൻ f(x)നെ ഒരു π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ൻ്റെ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × π/2 π/2 0 × π/2 വരുമ്പോൾ 0 തന്നെ വരും. അതാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചേക്കണത് കേട്ടോ. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ സ്റ്റെപ്പ് എഴുതി വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കംപ്ലീറ്റ് ആയില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ. ഈ സൈൻ കൊസൈൻ ഇൻ്റഗ്രലും സൈൻ ഇൻ്റഗ്രലൊക്കെ ഫോറിയർ സൈൻ ഇൻ്റഗ്രലും ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഓഫ് f(x) = e⁻⁻x if 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി 0 if x ലെസ് ദാൻ 0. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പറയുന്നതിന് മുമ്പ് നോക്കിയേ, f(x) നോക്കുമ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ f(x) എന്ന് പറയുന്നത് e⁻⁻x ആണ്. ഇനി അതായത് 0 to ഇൻഫിനിറ്റി വരെ കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 0 to ഇൻഫിനിറ്റി പറഞ്ഞാൽ 0-കാട്ടിയും വലുത് മുതൽ ഇൻഫിനിറ്റി വരെ എല്ലായിടത്തും e⁻⁻x ആണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ 0-കാട്ടിയും ചെറുതല്ലേ, അപ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡ് ആ ഭാഗത്തൊക്കെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറയണത് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ ഫോർമുല നമുക്കറിയാം. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ സൈൻ ഇൻ്റഗ്രലിൻ്റെ ആണോ കോസ് ഇൻ്റഗ്രലിൻ്റെ ആണോ അതോ വെറും ഫോറിയർ ഇൻ്റഗ്രലിലാണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴും ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ സൈനും അല്ല കൊസൈനും അല്ല, വെറുതെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴുള്ള ഇൻ്റഗ്രൽസിൻ്റെ ലിമിറ്റ് അതും ഫോറിയർ കൊസൈനും ഫോറിയർ സൈൻ്റെയും ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് വെറുതെ ഫോറിയർ ഇൻ്റഗ്രലാണെങ്കിൽ അവിടുത്തെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് വരുന്നത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് a(w)ഉം b(w)ഉം കണ്ടുപിടിക്കുമ്പോൾ. പക്ഷേ ഇവിടെയൊക്കെ ഇൻ്റഗ്രലിൽ ലിമിറ്റ് വരുന്നത് ഫോറിയർ സൈൻ ഇൻ്റഗ്രലായാലും ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലായാലും ഇൻ്റഗ്രൽ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി വരെ വരുന്നുള്ളൂ കേട്ടോ. അത് കൃത്യമായിട്ട് നോക്കി തെറ്റിക്കരുത്. അതുപോലെ ഫോർമുലാസിൽ ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ, അതും കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫോറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ആദ്യം ഫോർമുല എഴുതണം. അതിന് ഒരു മാർക്ക് എന്തായാലും ഉണ്ടാവും, 1 or 2 മാർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഫോർമുലാസിന് ചിലപ്പോൾ 2 മാർക്ക് വരെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോറിയർ സൈൻ ഇൻ്റഗ്രലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എഴുതി f(x) = 0 to ഇൻഫിനിറ്റി b(w) × sin wx dw. ഇനി b(w) കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതി 2/π × ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(t) × sin wt dt. ഓക്കെ, അപ്പോൾ അത്രയും ഫോർമുലാസ് ആണ് കേട്ടോ. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു 2/π അങ്ങനെ തന്നെ എഴുതി, അതിനൊന്നും ചെയ്യാനില്ല. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഴുതി. ഇനി f(t) എന്താണെന്ന് നമുക്ക് എഴുതണം അല്ലേ. f(t) നോക്കി നിങ്ങൾ, ഇവിടുത്തെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള f(t) ആ ഒരു റീജിയനിൽ വരുന്ന f(t) എന്താണെന്നാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫംഗ്ഷനിലോട്ട് നോക്കിയേ, 0 to ഇൻഫിനിറ്റി വരെ എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ, അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വാല്യൂ എന്താ വരുന്നത്, e⁻⁻x അല്ലേ. അത് f(x) ആണ്. ഇവിടേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്, f(t) ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ f(x) ന്ന് എങ്ങനെ f(t) ഉണ്ടാക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് വെറുതെ t എന്ന് കൊടുത്താൽ മതി. അപ്പോൾ f(x) എന്ന് പറയുന്നത് e⁻⁻x ആകുമ്പോൾ f(t) എന്ന് പറയുന്നത് e⁻⁻t. അപ്പോൾ അത് കൊടുത്തു ഇൻറ്റു പിന്നെ ഫോർമുല പ്രകാരമുള്ള sin wt എന്ന് എഴുതി dt. ഓക്കെ,
ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് കിടക്കുന്ന 2/π അവിടെ കിടന്നോട്ടെ, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് അവിടെ ഇരുന്നോട്ടെ, അതിനുള്ളിൽ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻t ഇൻറ്റു സൈൻ WT dt. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ, ഒന്ന് e⁻t-യും സൈൻ WT-യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വേണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടിയും അത് ഒരുപാട് ലെങ്ത് ഉണ്ട്. കാരണം e⁻² വരുന്ന കാരണം നിങ്ങൾക്കറിയാലോ e⁻ൻ്റെ ഇൻ്റഗ്രൽ എപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് രണ്ടാമത്തെ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു സൈൻ bx dx. അങ്ങനെ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ നിങ്ങളിവിടെ കമ്പയർ ചെയ്ത് നോക്കിട്ടോ. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്, e⁻−ax. ഇവിടെ അതുപോലെ വന്നേക്കുന്നത് e⁻−t ആണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് എക്സിലാണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ തന്നേക്കുന്നത് ടിയിലാണ്. അത് നമുക്ക് കുഴപ്പമില്ല, ഇവിടെ വേരിയബിൾ എക്സ് ടി ആയെന്നുള്ളൂ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എ എന്താ വന്നേക്കണേ, കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ സൈൻ bx, ഇവിടെ സൈൻ ω t. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് W ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് b/a² + b² ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഈ റിസൾട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഈ റിസൾട്ട് പ്രകാരം ഇത് ഡയറക്റ്റ് നമുക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് b/a² + b². ഇവിടുത്തെ ബി എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ w/1² + w². ആ ഉത്തരം കിട്ടി, അവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ 2/π പിന്നെ മൾട്ടിപ്ലൈ ഉള്ളൂ, അത് ഓൾറെഡി പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ b(w) എന്ന് പറഞ്ഞ ഉത്തരം കണ്ടുപിടിച്ചു, 2/π ഇൻറ്റു w/1 + w². അപ്പോൾ b(w) ആയില്ലേ. ഇനി ഈ b(w)യുടെ വാല്യൂ ഫസ്റ്റത്തെ ഫോർമുല, അതായത് f(x) = ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ആ b(w)ൻ്റെ ഉത്തരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇൻറ്റു സൈൻ wx dw. അപ്പോൾ എന്ത് കിട്ടി, തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x)നെ നമുക്കൊരു സൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടാ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പീസ് സ്പേസ് ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ കണ്ടോ ഒരു ഇൻ്റഗ്രലാക്കി എഴുതിയില്ലേ ലാസ്റ്റ്. അപ്പോൾ ആ റെപ്രസെൻറ്റേഷൻ കിട്ടി. ഇതാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ പ്രോബ്ലം കേട്ടോ.